ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മുടെ ഫ്രഷ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്കിൻ്റെ അപ്രൻറ്റീസസിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്ന് പറയുന്നത് സെപ്പറേറ്റ് സ്റ്റേറ്റ് വൈസ് നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട്, വേക്കൻസീസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ബാക്കിയുള്ള നോട്ടിഫിക്കേഷന് അനുസരിച്ചിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു വർഷത്തെ ഡ്യൂറേഷനാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വർഷത്തെ ഡ്യൂറേഷൻ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനി വരുന്ന എക്സാംസ്, കുറച്ച് എക്സ്പീരിയൻസ് ആവശ്യമുള്ള എക്സാംസ് വരും. അപ്പോൾ അതിനെല്ലാം നമുക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അത്യാവശ്യം നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് ഈ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് എക്സാംസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് വെയിറ്റേജ് കൂടുതലായിട്ടും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്കിൻ്റെ ആണ്. പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. അപ്രൻറ്റീസസിൻ്റെ ആണ്. കാൻഡിഡേറ്റ് ഇപ്പോൾ ഇതിലൊരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യും. അപ്പോൾ അതിലുള്ള ലിങ്കിൽ വഴിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ മാസം 21 മുതൽ, അതായത് മെയ് 21 മുതൽ ജൂൺ 6 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്, സൈറ്റ് ഓപ്പൺ ആകുന്നത്. അപ്പം ജൂൺ 6 വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇതിൽ പറയുന്ന ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ വേക്കൻസി നോക്കാം. ഓരോ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് വൈസ് വേക്കൻസീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കേരളത്തിലെ 5 വേക്കൻസീസ് ആണ് പറയുന്നത്. കേരളത്തിന് 5 വേക്കൻസി. നമ്മൾ ഈ ഒരു കേരളം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റേറ്റിലെ ഏത് സ്റ്റേറ്റാണോ കൊടുക്കുന്നത് ആ ഒരു സമയത്ത് ആ സ്റ്റേറ്റിൻ്റെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത്രയും മാത്രമേ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നുള്ളൂ. ദെൻ ഇനി ഇതിലുള്ള ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. തമിഴ്നാടും അത്യാവശ്യം ഇപ്പം നമുക്ക് തമിഴ് അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. 20 വേക്കൻസീസ് തമിഴ്നാട്ടിലും പറയുന്നുണ്ട്. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു സ്റ്റേറ്റ് മാത്രമേ നമുക്ക് ഒരാൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കിപ്പോൾ 2 or 3 സ്റ്റേറ്റ് ഒരേ സമയം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇതിൽ പറയുന്ന അടുത്ത എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ദെൻ ഏജ് പറയുന്നത് 28 ഇയേഴ്സ് ആണ്. അതായത് മിനിമം ഏജ് 20യും മാക്സിമം ഏജ് 28 ഇയേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ SC STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ ഏജ് റിലാക്സേഷനും വരുന്നുണ്ട്. OBCക്കും SC ST കാൻഡിഡേറ്റ്സിനും വരുന്നുണ്ട്. ദെൻ ഇതിൽ അടുത്ത ക്രൈറ്റീരിയ നോക്കുകയാണെന്ന് ഗ്രാജുവേഷൻ. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷനാണ് ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും സ്പെസിഫിക് സബ്ജക്റ്റ് ഒന്നും പറയുന്നില്ല. ഏത് സബ്ജക്റ്റിലായാലും ഒരു ഗ്രാജുവേഷൻ മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ദെൻ അത്രയാണ് അതിൽ ഇമ്പോർട്ടൻ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു SC ST OBCയുടെ ഏജ് റിലാക്സേഷനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് 12 months പീരീഡ് ഓഫ് ട്രെയിനിങ്, അതായത് 1 വർഷത്തെ ട്രെയിനിങ് പീരീഡ് ആണുള്ളത്. പെർ മന്ത് നമുക്ക് കിട്ടുന്നത് 12,300 പെർ മന്ത് ആണ് കിട്ടുന്നത്. ഡെയിലി അലവൻസസ് ഒന്നും വരുന്നില്ല. 10 AM to 5 PM ആണ് വർക്കിംഗ് അവേഴ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു ബാങ്കിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വരുന്ന എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന എക്സാമിനെല്ലാം തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് കയറി പറ്റാൻ അടുത്തൊരു എക്സാം വരുന്ന സമയത്ത് അത്തരത്തിൽ വരുന്ന എക്സാംസിന് നമുക്ക് പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫീസിനെ പറ്റിയാണ്. SC ST കാൻഡിഡേറ്റ്സിന് 100 രൂപയും ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് 200 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തെ ട്രെയിനിങ് കിട്ടുന്നത് വഴിയിട്ട് നിങ്ങൾക്ക് അതിന് സംബന്ധിച്ച് വരുന്ന എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ്സാക്കരുതെന്ന് തന്നെ ഞാൻ പറയും. പിന്നെ നമ്മുടെ എജുബിയിൽ SSC CGLൻ്റെ ഓഫീസേഴ്സ് ബാച്ചിൻ്റെ ക്രാഷ് കോഴ്സ് നടക്കുകയാണ്. 75 days ആണ് കോഴ്സ് വരുന്നത്. വെറും 999 rupeesനാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ ഉടനെ തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.